ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺ ടിപ്സ് മലയാളം ചാനൽ. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് NCERT സ്നാപ്ഷോട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 6 ദ ഘാട്ട് ഓഫ് ദി ഓൺലി വേൾഡ്, റിട്ടൺ ബൈ അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അദ്ദേഹത്തിന് 54th ജ്ഞാനപീഠ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫിക്ഷന് വേണ്ടിയിട്ടായിരുന്നു ഈ അവാർഡ് ലഭിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് 11 ജൂലൈ 1956 അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനൊക്കെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലായിരുന്നു. അവാർഡുകളായിട്ട് സാഹിത്യ അക്കാദമി അവാർഡും പത്മശ്രീ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അമിതാവ് ഘോഷ് നമ്മുടെ റൈറ്റർ ഈ ചാപ്റ്റർ എഴുതുവാൻ തന്നെ കാരണം അദ്ദേഹത്തിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ പേര് ഷാഹിദ് എന്നായിരുന്നു. ആ ഫ്രണ്ടിന് ക്യാൻസർ വന്നിരുന്നു. അപ്പോൾ ഷാഹിദിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോമിസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ വരാൻ കാരണമായത്. ഷാഹിദ് എന്ന ഫ്രണ്ടിന് ക്യാൻസർ ആയിരുന്നതുകൊണ്ട് ക്യാൻസർ അതിൻ്റെ ശക്തമായ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓഥർ അമിത് ഘോഷിനോട് ഷാഹിദ് തന്നെ പറ്റി ഒരു കഥ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു കഥ ഇവിടെ ഉത്ഭവിക്കുന്നത്. സോ ഈ ലെസൺ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ഷാഹിദിനെ കുറിച്ചും അയാൾ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് ജീവിച്ചതും എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടാക്കി വളരെ ആഘോഷത്തോടെയായിരുന്നു അത് മാറ്റിയത്. അതൊരു വലിയ ആഘോഷമായിട്ട് തന്നെ അദ്ദേഹം കൊണ്ടാടിയായിരുന്നു. സോ ചാപ്റ്റർ ഇനിയും പാരഗ്രാഫായിട്ട് വായിച്ചു തുടങ്ങാം. എന്നിട്ട് എൻ്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞു തരാം. എ ഡൈയിങ് മാൻ ആൻഡ് എക്സ്പേട്രിയേറ്റ് ഫ്രം കാശ്മീർ ആസ്ക് ദി ഓഥർ ടു റൈറ്റ് സംതിങ് അബൌട്ട് ഹിം ആഫ്റ്റർ ഹി ഈസ് ഗോൺ. ദ ഫോളോയിങ് പീസ് ഈസ് വാട്ട് അമിതാവ് ഘോഷ് റോട്ട് ടു കീപ് ഹിസ് പ്രോമിസ്. സോ ഇവിടെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിനോട് മല്ലടിച്ചുകൊണ്ട് ഇരുന്ന ഒരാൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടു. എക്സ്പാട്രിയേറ്റ് എന്ന് വെച്ചാൽ പ്രവാസി എന്നാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവിടെ ഈ കഥ എഴുതുന്നത്. ആ പ്രോമിസിൻ്റെ പേരിലാണ് ഇവിടെ ഈ ഒരു ഫോളോയിങ് പീസ് ഇവിടെ ഉണ്ടാവുന്നത്. ദ ഫസ്റ്റ് ടൈം ദാറ്റ് അഘാ ഷാഹിദ് അലി സ്പോക്ക് ടു മീ അബൌട്ട് ഹിസ് അപ്രോച്ചിങ് ഡെത്ത് വാസ് ഓൺ 25th April 2001. The conversation began routinely. I had telephoned to remind him that we had been invited to a friend's house for lunch and that I was going to come by his apartment to pick him up. Although he had been under treatment for cancer for some 14 months, Shahid was still on his feet and perfectly lucid, except for occasional lapses of memory. I heard him thumbing through his engagement book and then suddenly he said, "Oh dear, I can't see a thing." There was a brief pause and then he added, "I hope this doesn't mean that I am dying." ഇവിടെ പറയുന്നത് അഘാ ഷാഹിദ് അലി എന്നാണ്. ഷാഹിദ് നമ്മുടെ റൈറ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ഫുൾ നെയിം അഘാ ഷാഹിദ് അലി. അപ്പോൾ അയാൾ നമ്മുടെ ഓഥറിനോട് തൻ്റെ മരണത്തെപ്പറ്റി ഓപ്പണായിട്ട് പറയുന്ന ആദ്യത്തെ ഒരു സമയം, ആ ഫസ്റ്റ് ടൈമിലാണത് പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഓഥർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 25 ഏപ്രിൽ 2001 നമ്മുടെ ഓഥർ ഈ ഷാഹിദിനെ വിളിച്ചിട്ട് പറയും, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിന്നെ പിക്ക് ചെയ്യാനായിട്ടെന്ന്. ആ സമയങ്ങളിലൊക്കെ ഷാഹിദ് അലി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 14 മാസമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ഷാഹിദ് അലിക്ക് നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഷാഹിദ് അലി വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ചില സെലിബ്രേഷൻസ് അല്ലെ ചില കാര്യങ്ങളിൽ മാത്രം, ചില ആഘോഷങ്ങളിൽ മാത്രം ഷാഹിദ് അലി പങ്കെടുത്തില്ല. കാരണം ഈ ക്യാൻസറിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റേയും നമുക്കറിയാമല്ലോ, ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മെമ്മറി ലോസും ഒക്കെ സംഭവിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഷാഹിദ് അലി ഭയങ്കര ആക്റ്റീവായിരുന്നു.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഥർ പിക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഷാഹിദ് അലിക്ക് പെട്ടെന്ന് കണ്ണ് കാണാൻ പറ്റുന്നില്ല, മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഷാഹിദ് അലി പറഞ്ഞു, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നാണ് സംസാരിക്കുന്നത്. ഈ ഒരു കോൺവെർസേഷനാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Although Shahid and I had talked a great deal over the last many weeks, I had never before heard him touch on the subject of death. I did not know how to respond. His voice was completely at odds with the content of what he had just said, light to the point of jocularity. I mumbled something innocuous. No, Shahid, of course not. You will be fine. He cut me short in a tone of voice that was at once quizzical and direct. He said, when it happens, I hope you will write something about me. ഇവിടെ ഈ പാരഗ്രാഫിൽ നമുക്ക് ഒരുപാട് പുതിയ വേർഡ്സ് കാണാൻ സാധിക്കും. ജോക്ലാരിറ്റി, മംബിൾഡ്, ഇനോക്യസ് എന്നൊക്കെ പറഞ്ഞ് വേർഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. ജോക്ലാരിറ്റി എന്ന് വെച്ചാൽ തമാശ, മംബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശബ്ദത, ഇനോക്യസ് എന്ന് വെച്ചാൽ ഉപദ്രവമില്ലാത്തത്, ഒട്ടും നമുക്ക് ഹാംഫുൾ അല്ലാത്തൊരു കാര്യത്തിനാണ് ഇനോക്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മുടെ ഓഥർ പറയുന്നത് ഷാഹിദ് നമ്മുടെ ഓഥറിനോട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി തുറന്ന് സംസാരിക്കുന്നത്. അവർ തമ്മിൽ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇതാദ്യമായിട്ടാണ് വളരെ വലുതായിട്ട് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ കൂടി ഷാഹിദ് വളരെ ലൈറ്റായിട്ട് രീതിയിലാണ് ഇത് നമ്മുടെ ഓഥറിനോട് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓഥറിന് എന്ത് പറയണം ആ നിമിഷത്തിൽ എന്നറിയില്ലായിരുന്നു. പിന്നെ ഓഥർ സിമ്പതിയൊക്കെ തോന്നിയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ലടാ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോൾ ഷാഹിദ് റിപ്ലൈ ഒരു ശാന്തമായ രീതിയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയും, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നെപ്പറ്റി എഴുതും, എന്നെക്കുറിച്ച് നീ എഴുതും, അങ്ങനെ എൻ്റെ ഓർമ്മകളെ നീ അലൈവാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട് ഓഥറിനോട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ നീ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നീ എന്നെക്കുറിച്ച് എഴുതുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് ഷാഹിദ് ഓഥറിനോട് പറയുന്നുണ്ട്. I was shocked into silence and a long moment passed before I could bring myself to say things that people say on such occasions. Shahid, you will be fine. You have to be strong. ഇതൊക്കെ കേട്ട് നമ്മുടെ ഓഥർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഷോക്കും തോന്നി. അതേ സമയത്ത് ഓഥർ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല ഷാഹിദ്, നീ എല്ലാം ശരിയാവും, നീ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. From the window of my study, I could see a corner of the building in which he lived, some 8 blocks away. It was just a few months since he moved there. He had been living a few miles away in Manhattan when he had a sudden blackout in February 2000. After tests revealed that he had a malignant brain tumor, he decided to move to Brooklyn to be close to his youngest sister, Samita, who teaches at the Pratt Institute, a few blocks away from the street where I live. നമ്മുടെ ഓഥർ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ജനലിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിങ് കാണാൻ സാധിക്കും. 2000 ഫെബ്രുവരിയിൽ ഒരു ബോധം കെടൽ പോലെ ഷാഹിദിന് വന്നു. അപ്പോൾ അതുവരെ മൻഹാറ്റനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ റൈറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ ഓഥറിന് കാണാൻ സാധിക്കുമായിരുന്നു ആ ബിൽഡിങ്. ഫെബ്രുവരിയിലുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി, പെട്ടെന്ന് ബോധം കെട്ട് പോയി. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ഒരു മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമറാണ് ഷാഹിദിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ബ്രൂക്ലിൻ, ഷാഹിദിനൊരു യങ്ങസ്റ്റ് സിസ്റ്ററുണ്ട്, സമീത, പ്രാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറാണ്. അവിടെ സമീതയുടെ കൂടെ താമസിക്കുവാൻ പിന്നീട് ആരംഭിക്കുന്നത് അപ്പോഴാണ്. അത് നമ്മുടെ ഓഥറിൻ്റെ
കുറച്ച് ദൂരത്തിനപ്പുറത്തായിട്ടായിരുന്നു അവരുടെ വീട്. അപ്പോൾ നമുക്കറിയാം മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്യൂമറാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബ്രെയിൻ ട്യൂമറായിരുന്നു ഷാഹിദിന് ഉണ്ടായിരുന്നത്. ഷാഹിദ് ignored my reassurances. He began to laugh and it was then that I realized that he was dead serious. I understood that he was entrusting me with a quite specific charge. He wanted me to remember him not through the spoken recitatives of memory and friendship, but through the written word. Shahid knew all too well that for those writers for whom things become real only in the process of writing, there is an inbuilt resistance to dealing with loss and bereavement. He knew that my instincts would have led me to search for reasons to avoid writing about his death. I would have told myself that I was not a poet, that our friendship was of recent date, that there were many others who knew him much better and would be writing from greater understanding and knowledge. All this Shahid had guessed, and he had decided to shut off those routes while there was still time. നമ്മുടെ ഓതർ ഷാഹിദിനെ എത്രത്തോളം ആശ്വസിപ്പിച്ചു എന്നതിന് കണക്കില്ല. പക്ഷെ അപ്പോഴൊക്കെ ഷാഹിദ് അത് ഇഗ്നോർ ചെയ്തിട്ട് ചിരിച്ചു തള്ളി. അപ്പോഴാണ് നമ്മുടെ ഓതറിന് മനസ്സിലായത് അത് അവൻ പറയുന്നത് വെറും തമാശയായിട്ട് എടുക്കാൻ പറ്റിയ കാര്യമല്ല എന്ന്. അങ്ങനെ ഓതർ റിയലൈസ് ചെയ്യുന്നുണ്ട്, തനിക്ക് സമ്മാനിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയെ പറ്റി റിയലൈസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹിദ് മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ഓർമ്മകളെ പറ്റി എഴുതണമെന്ന് ഷാഹിദ് ഓൾറെഡി പറഞ്ഞ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ആ കാര്യം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന് ഓതർ റിയലൈസ് ചെയ്യുകയാണ്. ഷാഹിദ് അതുപോലെ തന്നെ വളരെ അവെയറായിരുന്നു, റൈറ്റേഴ്സിനെ പറ്റി വളരെ അവെയറായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവരത് ആ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തേ എഴുതത്തുള്ളൂ. അവർ റൈറ്റിംഗ് എഴുതുന്നതിന് മുമ്പ് അതൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്നു ഷാഹിദിന്. കാരണം അത് റിയാലിറ്റി അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ അവരതൊക്കെ അവോയ്ഡ് ചെയ്യും റൈറ്റേഴ്സ്. ഇതിൽ നമുക്കൊരു ബിറീവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഈ പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ലോസ് അല്ലെങ്കിൽ സോറോ എന്നൊക്കെ അതിന് അർത്ഥമായിട്ടും പറയാം. ഷാഹിദിന് മറ്റൊരു കാര്യം അറിയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതാവ് ഘോഷ് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഷാഹിദിൻ്റെ മരണത്തെ ഒരിക്കലും എന്തൊരു കാരണം വെച്ചിട്ടാണെങ്കിലും ആ മരണത്തെ അത് മാറ്റി നിർത്തുന്നതായിട്ട്, മരണം സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം അവിടെ വരുത്തും എന്ന് ഷാഹിദിന് ഉറപ്പുണ്ടായിരുന്നു. യു മസ്റ്റ് റൈറ്റ് അബൌട്ട് മീ, ക്ലിയർ ദോ ഇറ്റ് വാസ് ദിസ് imperative would have to be acknowledged. I could think of nothing to say. What are the words in which one promises a friend that one will write about him after his death? Finally I said, Shahid, I will. I'll do the best I can. ഷാഹിദിന് പറഞ്ഞ വാക്കുകളൊക്കെ വളരെ കൃത്യമാണെന്ന് ഷാഹിദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതേസമയം നമ്മുടെ ഓതറിന് അതിനെപ്പറ്റി അത്ര ഷ്യൂർ ആയിരുന്നില്ല. ഓതറിന് ഈ ഡെത്തിനെ പറ്റി എന്ത് പറയണം, അവിടെ എന്തായിരിക്കും ആ മൊമെൻറ്റിൽ എഴുതുക, എന്താ പറയുക എന്നൊക്കെ ഒരു ഡൗട്ട് നമ്മുടെ അമിതാവ് ഘോഷ് എന്ന ഓതറിന് ഉണ്ടായിരുന്നു. നമ്മുടെ ഓതറിന് കറക്റ്റായിട്ടൊരു വേർഡ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. ഷാഹിദ് മരിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ പറ്റി എഴുതാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും തനിക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയെ ഓർത്ത് ഇത് ചെയ്യാം, താൻ പ്രോമിസ് ചെയ്തത് ഓർത്തിട്ട് എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യാമെന്ന രീതിയിൽ ഓതർ ഷാഹിദിനോട് പറയുന്നുണ്ട്. By the end of the conversation, I knew exactly what I had to do. I picked up my pen, noted the date, and wrote down everything I remembered of that conversation. This I continued to do for the next few months. Is this record that has made it possible for me to fulfill the pledge I had made that day. ആ ദിവസം ഓതറിന് വളരെ ക്ലിയർ ആയിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ഓതർ
ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അവർ തമ്മിലുള്ള കോൺവെർസേഷനിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങി. അത് അവരുടെ വരുന്ന കോൺവെർസേഷനിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. കുറേ മാസങ്ങളിലേക്ക് അത് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോയി. ഓഥർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ കുറേ റെക്കോർഡ്സാണ്, അന്ന് നോട്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഷാഹിദിനെ ഓർക്കുവാൻ, അല്ലെങ്കിൽ ഷാഹിദിൻ്റെ പ്രോമിസ് എനിക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിച്ച, എന്നെ ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു കാര്യം ഈ റെക്കോർഡ്സൊക്കെ ആണെന്ന് നമ്മുടെ ഓഥർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. I knew Shahid's work long before I met him. His 1997 collection, The Country Without a Post Office, had made a powerful impression on me. His voice was like none I had ever heard before, at once lyrical and fiercely disciplined, engaged and yet deeply involved. Not for him the mock, casual, almost prose of so much contemporary poetry. His was a voice that was not ashamed to speak in a bardic register. I knew of no one else who would even conceive of publishing a line like "Mad heart, be brave." അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മുടെ ഓഥർ എങ്ങനെ ഷാഹിദിനെ കാണുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഷാഹിദിനെ അറിയാം എന്ന് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഷാഹിദ് എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക് 1997 അദ്ദേഹത്തിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടിട്ടാണ് നമ്മുടെ ഓഥർ ഇൻസ്പയർ ആവുന്നത്. ഓഥർ ഇതുവരെ ഷാഹിദ് അങ്ങനെ സംസാരിക്കുന്നതൊന്നും നേരത്തെ കേട്ടിട്ടില്ല. പെട്ടെന്ന് ഒരു പോയറ്റിക്കൽ രീതിയിൽ ഒരു പോയം പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വേയിൽ കുറേ ആഴത്തിൽ ഒക്കെ ആയിരിക്കും അദ്ദേഹം പറയുന്നത്. ചില സമയത്ത് നാടൻ രീതികളിൽ നാടൻ പോയംസൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഒരു പോയറ്റിക് സ്റ്റൈലിൽ സംസാരിക്കാൻ ഷാഹിദിന് ഒരു നാണവും തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓഥറിന് മറ്റാരെയും അറിയില്ലായിരുന്നു ഇങ്ങനെ മാഡ് ഹാർട്ട് ബ്രേവ് എന്ന ലൈൻസ് പബ്ലിഷ് ചെയ്യാൻ ചിന്തിക്കുമെന്ന് പോലും അറിയാവുന്ന ഒരു വേറെ ആരും ഉണ്ടായിരുന്നില്ല ഓഥറിന്. അത് ഉദ്ദേശിക്കുന്നത് ഷാഹിദിനെ കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു ലൈൻസ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. അപ്പോൾ ചാപ്റ്ററിലെ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.